മക്കളെ എക്സാം ആയല്ലോ, അതുകൊണ്ട് നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാം ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. നീലി ചിടിയ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. നീലേ ആസമാൻ സേ കോൻ ഉദരി. നീലി ചിടിയ, നീലാകാശത്തു നിന്ന് ആരാണ് ഇറങ്ങിയത്? ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. കോൻ പറഞ്ഞ ആര്, കോൻ ആര്, ആസമാൻ ആകാശം, ഉദരി ഇറങ്ങി, നീല ആകാശത്ത് നിന്ന് ആരാണ് ഇറങ്ങിയത്? നീലി ചിടിയ, നീല പക്ഷി. ചിടിയ കൈസേ ഗാത്തി ഹെ, കൈസേ പറഞ്ഞ എങ്ങനെ, കൈസേ എങ്ങനെ, ഗാത്തി ഹെ പാടുന്നു. ചിടിയ കൈസേ ഗാത്തി ഹെ, പക്ഷി എങ്ങനെയാണ് പാടുന്നത്? ചിപ്കർ ഒളിച്ചിരുന്ന്, ഒളിച്ചിരുന്നാണ് പക്ഷി പാടുന്നത്. ചിടിയ കഹാം ചിപ്കർ ഗാത്തി ഹെ, ചിടിയ കഹാം എവിടെ ഒളിച്ചിരുന്നാണ്, ഗാത്തി ഹെ പാടുന്നത്. അപ്പൊ കഹാം അതിൻ്റെ അർത്ഥം എന്താണ്? എവിടെ. കൈസേ എങ്ങനെ, കോൻ ആര്, ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ചിടിയ കഹാം ചിപ്കർ ഗാത്തി ഹെ, പക്ഷി എവിടെ ഒളിച്ചിരുന്നാണ് പാടുന്നത്? പത്തോമേ, പത്ത പറഞ്ഞ ഇല, പത്ത ഇല, പത്തോം ഇലകൾ, പത്തോമേം ഇലകളിൽ. ചിടിയ കിസ്കെ പാസ് നഹീം ആത്തി ഹെ, കിസ്കെ പറഞ്ഞ ആരുടെ, ആരുടെ, പാസ് അരികിൽ. ചിടിയ കിസ്കെ പാസ് നഹീം ആത്തി ഹെ, പക്ഷി ആരുടെ അരികിലാണ് വരാത്തത്? നഹീം ആത്തി ഹെ, പക്ഷി ആരുടെ അരികിലാണ് വരാത്തത്? ലോഗോं के पास, लोगों के पास ജനങ്ങളുടെ അടുത്ത്. ലോഗോം ജനങ്ങൾ, ലോഗോं के पास ജനങ്ങളുടെ അരികിലേക്ക്. ചിടിയ ദാന ഗാക്കർ കൈസേ ഉഡ് ജാത്തി ഹെ, ചിടിയ ദാന ഗാക്കർ ധാന്യം കഴിച്ച്, കൈസേ എങ്ങനെ, ധാന്യമൊക്കെ കൊത്തിപ്പെറുക്കി കഴിച്ചതിന് ശേഷം കൈസേ എങ്ങനെയാണ്, ഉഡ് ജാത്തി ഹെ പറന്നു പോകുന്നത്? ജൽദി ഉഡ് ജാത്തി ഹെ പെട്ടെന്ന് പറന്നു പോകുന്നു. ഇത് തായാണ് കേട്ടോ. പെട്ടെന്ന് പറന്നു പോകുന്നു. ജൽദി പറഞ്ഞ വേഗം, വേഗത്തിൽ പറന്നു പോകുന്നു. ഇനി നമുക്ക് കുറച്ച് പക്ഷികളുടെ പേരുകൾ നോക്കാം. തോത്ത എന്ന് പറഞ്ഞ തത്ത, ഉല്ലു മൂങ്ങ, കൗവ കാക്ക, മോർ മയിൽ, കോയൽ കുയിൽ, ബതക്ക് താറാവ്, ബഗുല കൊക്ക്, മുർഗി കോഴി. അത്രയാണ്. ഇനി അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സമാനാർത്ഥക ശബ്ദമാണ്. സമാനാർത്ഥക ശബ്ദ് ജൽദി പറഞ്ഞ വേഗം, പെട്ടെന്ന് എന്നല്ലേ, അതേ അർത്ഥം വരുന്നതാണ് ചെട്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂട്ടോ സമാനാർത്ഥക ശബ്ദ് ജൽദി, അതിൻ്റെ സമാനാർത്ഥം അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് ജഡ്. ജൽദി, ജഡ് പെട്ടെന്ന്, വേഗം എന്നൊക്കെയുള്ള അർത്ഥം. പങ്ക്, പങ്ക് പർ, പർ, പർ പറഞ്ഞാലും പങ്കാണ്. ചിറക്, ചിറകിനെയാണ് പങ്ക് എന്ന് പറയും, പർ എന്നും പറയും. ഡാലി ഫുനഗി, ഡാലി ഫുനഗിയാണ്, ഡാലി ഫുനഗി, ഡാലി ഫുനഗി. പക്ഷി ചിടിയ, പക്ഷി ചിടിയ, പക്ഷി പറഞ്ഞാൽ എന്താണ്? പക്ഷി തന്നെ അല്ലേ. ചിടിയ പറഞ്ഞാലും പക്ഷി. അനോഖ, അനോഖ വിചിത്രമായ. നിരാലി, നിരാലി പറഞ്ഞാലും വിചിത്രമായ. അനോഖ പറഞ്ഞാൽ എന്താണ്? വിചിത്രമായ. നിരാലി വിചിത്രമായ. ആകാശ്, ആസമാൻ, ആകാശം എന്നർത്ഥം വരുന്നതാണ് ആസമാൻ അല്ലേ. ആകാശ്, ആസമാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിലാൻ കരയാണ്. മിലാൻ കരേ.
नीले आसमान, निराली चिड़िया, उड़कर जाने वाली, चिपकर गाने वाली, दाना गाने वाली, गाती उड़ने वाली, उड़ती गाने वाली. इस डाली से उस डाली पर लाख बुलाओ न आने वाली, लाख बुलाओ न आने वाली. മിലാൻകരയാണ്. നീലെ ആസ്മാനാണല്ലേ, നീല ആകാശം. നിരാലി ചിടിയ വിചിത്രമായ പക്ഷി. ഉടുക്കർ ജാനേവാലി പറന്നു പോകുന്ന. ചിപ്പുക്കർ ഗാനേവാലി ചിപ്പുക്കർ ഒളിച്ചിരുന്ന് പാടുന്ന. ദാന ഗാനേവാലി ഭക്ഷണം കഴിക്കുന്ന. ഗാത്തി ഉടനേവാലി പാടിക്കൊണ്ട് പറക്കുന്ന. ഉടുത്തി ഗാനേവാലി പറന്നുകൊണ്ട് പാടുന്ന. അത്രയാണ് മിലാൻ ചെയ്തത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണണം. ഇനി നമുക്ക് കവിതയുടെ ആശയം കൂടെ നോക്കാം. ഇസ് ഫുനഗി സെ ഉസ് ഫുനഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിബ്കർ ജാനെ വാലി ചിടിയ. ഇങ്ങനെ 4 വരി തന്നതിന് ശേഷം നിങ്ങളോട് ആ കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പം നമുക്ക് ആശയം എഴുതിയോ നോക്കാം. ഹരിവംശറായ് ബച്ചൻ കാ കവിത ഹേ നീലി ചിടിയ. ഹരിവംശറായ് ബച്ചന്റെ കവിതയാണ് നീലി ചിടിയ. ചിടിയ ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ ഉഡ്കർ ജാത്തി ഹെ. പക്ഷി ഒരു ഉസ് എന്നുള്ളതിന് ഇവിടെ അങ്ങനെ ഒരു വര വന്നിട്ടുണ്ട് കേട്ടോ, ഉസേ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പോക്കാം. ഉസേ അല്ല കേട്ടോ, ഉസ് എന്നാണ് വരിക, അത് വേണ്ട കേട്ടോ. ചിടിയ ഇസ് ഫുനഗീസെ പക്ഷി ഈ മരക്കൊമ്പിൽ നിന്നും, ഉസ് ഫുനഗി പർ അടുത്ത മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിലേക്ക്, ഉടുക്കർ ജാത്തിയെ പറന്നു പോകുന്നു. ചിടിയ ഇൻ പത്തോമേം ഉൻ പത്തോമേ ചിപ്കർ ഗാത്തി ഹെ എന്നാണ്. ചിപ്കർ ഗാത്തി ഹെ ഗാ. അപ്പം എന്താ പറഞ്ഞത്? പക്ഷി ഈ ഇലകൾക്കടിയിൽ നിന്നും ആ ഇലകൾക്കടിയിൽ നിന്നും, അത് ആ ഇലേൻ്റെയും ഈ ഇലേൻ്റെ ഒക്കെ ഇടയിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ചിപ്കർ ഗാത്തി ഹെ ഒളിച്ചിരുന്ന് പാടുന്നു. അത്രയാണ് ഈ വരികളുടെ ആശയം വരുന്നത്. ആദ്യം തന്നെ കവിതയുടെ പേരെന്താണെന്നും എഴുതിയ ആൾ ആരാണെന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി എഴുതുക. ഹരിവംശറായ് ബച്ചൻ കാ കവിത ഹേ നീലി ചിടിയ. നിങ്ങൾക്ക് ഏത് കവിത വന്നാലും കവിതയുടെ പേര് എഴുതണം, അതുപോലെ തന്നെ കവി ആരാണെന്ന് എഴുതണം. ഇവിടെ എഴുതിയതുപോലെ ഹരിവംശറായ് ബച്ചൻ കാ കവിത ഹേ നീലി ചിടിയ. മനസ്സിലായല്ലോ? അപ്പോൾ കവിയുടെ പേരിനും കവിതയുടെ പേരിനും മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. ഏത് കവിത വന്നാലും നിങ്ങൾ ഇങ്ങനെ എഴുതാം. കവിൻ്റെ പേര് എഴുതാം, പിന്നെ കവിതേൻ്റെ പേരും എഴുതാം. അപ്പം അത്രയാണ് നമ്മുടെ നീലി ചിടിയ എന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.